ഹലോ ഗായ്സ്, അപ്പോൾ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ വൈനൊക്കെ അരിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈനും സെർവ് ചെയ്ത് കേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് ക്രിസ്മസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീയും അതിൻ്റെ താഴെ അക്കയും പിള്ളേരും ഗിഫ്റ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതൊക്കെ വെറുതെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാന്നാണ് കേട്ടോ. ഇതൊക്കെ വെറുതെ സെർവ് ചെയ്ത് കാണിക്കുവാണേ. അപ്പം ഞാനും ആഷയും പിള്ളേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ക്രിസ്മസൊക്കെ വിഷ് ചെയ്ത് ടി വിയിൽ ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചാണ് ഇടാത്തത്. നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും ഫാമിലി ഇല്ലാത്തതിൻ്റെ മിസ്സിങ് ഒന്നുമില്ല. കാരണം ഇവർ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് പിള്ളേർ ഗിഫ്റ്റ് തന്നു. ഞങ്ങൾക്കിതൊരു സർപ്രൈസ് ആയിരുന്നു. എന്ത് തരുന്നു എന്നുള്ളതിലല്ല, ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദിവസം കൈമാറുക എന്നുള്ളത് ഇവിടെ പിള്ളേർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒക്കെ അത് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആദിക്കുട്ടനും ദാരിക്കുട്ടിക്കും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അക്കയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഞങ്ങൾക്കും ഒരു ഗിഫ്റ്റ് വന്നു. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളും അവർക്ക് എന്തെങ്കിലും മേടിച്ച് വെച്ചേനെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് അറിയില്ലായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്തേനെ. ദാരിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെയാണ് കേട്ടോ ഇത്. അത് രണ്ടും കൂടെ ഒക്കെ ഒന്നിച്ച് കൊടുത്തതാണ് ഈ കാണുന്നത്. അങ്ങനെ ദാരിക്കൊരു പിയാനോ കിട്ടി. പിന്നെ ആദിക്കൊരു ഗിഫ്റ്റ് കാർഡൊക്കെ മേടിച്ചു കൊടുത്തു. ഐഫോണിൻ്റെ ആപ്പിൾ ഫോണിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് മേടിച്ചു കൊടുത്തു. ഇത് വെച്ചിട്ട് അവന് ഗെയിമിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എനിക്കിത് എന്താ കറക്റ്റ് യൂസ് എന്ന് അറിയില്ല. പിന്നെ അവന് നൈക്കിയുടെ ഒരു ഷൂ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്താണ് അത്യാവശ്യം അതാണൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ പിള്ളേർ രണ്ടുപേരൊക്കെ സ്കിൻ കെയർ സാധനങ്ങളായിരുന്നു. ദാരി ഇതുപോലെ കുറച്ച് ഫേസ് മാസ്ക് ഷീറ്റും പിന്നെ ആദ്യം ഒരു ഐ ഷാഡോ പാലറ്റുമാണ് കൊടുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒക്കെ ഒരു ടവലാണ് ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പോൾ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ അതിന് മേടിച്ചിട്ടുണ്ടായില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതാണ് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ ദാരിക്ക് ഇതുപോലൊരു ലൈറ്റ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിത് എപ്പോഴും ഇങ്ങനെ മേടിക്കണം എന്ന് ഇവിടെ പറയും. പിന്നെ കീബോർഡ് അവൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് രണ്ടാണ് അവളുടെ ഗിഫ്റ്റ്. ആ ലൈറ്റൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ കത്തിച്ച് കളിക്കുമായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴേക്കും എൻ്റെ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. എന്നിരുന്നാലും നല്ല അടിപൊളി അപ്പമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് അപ്പത്തിൻ്റെ കറക്റ്റ് ചട്ടിയൊന്നുമില്ല, ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട് വിഷ്ടായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺവിൻസിങ് സ്റ്റാർ പുറത്തേക്ക് ഇറങ്ങുന്നതന്നെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടന്നില്ല. അങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ കട്ട്ലേറ്റ് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല, ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഡബിൾ കോട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കുണ്ടുകുണ്ടായിട്ടുള്ള കട്ട്ലേറ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം, ചേച്ചി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റ്, അപ്പം കണ്ട ലുക്കില്ലെങ്കിൽ നല്ല അപ്പമായിരുന്നു. ബീഫ് സ്റ്റൂ, പിന്നെ നല്ലൊരു ചായ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു. അക്കയും കുട്ടികളൊക്കെ ഇങ്ങനെ കേരള ഡിഷസ്, ഇങ്ങനത്തെ ഡിഷസൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കണം. നമ്മൾ സദ്യ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അപ്പം, സ്റ്റൂ, കട്ട്ലേറ്റ് അങ്ങനെ കോംബോ ആയിട്ടൊന്നും അവർ കഴിച്ചിട്ടില്ല. അവർ ശരിക്കും എൻജോയ് ചെയ്തു. അവർ പറഞ്ഞു കേട്ടോ. കുട്ടികൾ വലിയ കാര്യമായിട്ടില്ലെങ്കിൽ അവർക്ക് കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയ എരിവില്ലാത്തതുകൊണ്ട് ബീഫ് കറി ഇഷ്ടപ്പെട്ടു. അപ്പം ഒന്നും അവർക്ക് അത്ര അങ്ങോട്ട് ഫെമിലിയർ അല്ല. ഒക്കെ പറയുമായിരുന്നു കട്ട്ലറ്റ് നല്ല രസമുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ എന്നോട്. പിന്നെ ദാരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവൾക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത സാധനമൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷേ ആദിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കട്ട്ലേറ്റ്. പിന്നെ ഇത് ആഷ ഉണ്ടാക്കിയ ബീഫാണ് കേട്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു. ലഞ്ച് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. ബീൻസ് തോരൻ, ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് കറി, മോര് കറിയൊക്കെ ആയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു. ലഞ്ചും സൂപ്പറായിരുന്നു. പിള്ളേർ അതും എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരധികം ബീഫൊന്നും കഴിക്കാറില്ല, എന്നാലും ബീഫും ചിക്കനും കൂട്ടി കഴിച്ചവർ എൻജോയ് ചെയ്തു. ഈവനിങ് അല്ല, നൈറ്റ് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കൺവിൻസിങ് സ്റ്റാഴ്സിനെ കാണാൻ പോയി. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സ് വിഷേണ്ണയും കുറുക്കനെയും കാണാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഓർത്തു പിള്ളേർ 2 ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ മുഷിയുമാണ്, അവരെയും കൂടെ കൊണ്ട് പുറത്തു പോകാമെന്ന് ഓർത്തു. ഞാനിടയ്ക്ക് മലരമ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ നേരെ പോയി വിഷേണ്ണയും കുറുക്കനെയും കണ്ടു. ആ, ഇതിനകത്ത് ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട ആളെ നമ്മൾ കുറുക്കെന്നാണ് വിളിക്കണത്. പുള്ളിയുടെ പേര് ബേസിൽ കുറുപ്പെന്നാണ്. പുള്ളീനെ എല്ലാവരും പണ്ട് തൊട്ടേ കുറുക്ക എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും കുറുക്ക എന്നാണ് വിളിക്കുന്നത്. മറ്റേത് വിഷ്ണു ചേട്ടൻ. അപ്പോൾ വിഷ്ണുവിനെയും കുറുക്കനെയും കാണാൻ പോയി. അവരായിട്ട് കുറച്ചേരം സംസാരിച്ചൊക്കെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് വീഡിയോ. നല്ലൊരു ദിവസമായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ ഫ്രണ്ടും മനു വീട്ടിലേക്ക് വരായിരുന്നതായിരുന്നു, പക്ഷെ അവന് വരാൻ പറ്റില്ല, അവന് പനിയായി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, അതർവൈസ് എല്ലാം ഗുഡായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്.